മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ശക്തമായ മഴ തുടരുകയാണ്. മഹാരാഷ്ട്രയിൽ 8 ജില്ലകളിൽ അടുത്ത 24 മണിക്കൂർ അതിശക്തമായ മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. മുംബൈയിലേക്ക് വെള്ളം എത്തിക്കുന്ന മിക്ക ഡാമുകളും അതിന്റെ സംഭരണ പരിധിയിലേക്ക് എത്തിയിട്ടുണ്ട്. 3 ദിവസമായി പെയ്യുന്ന കനത്ത മഴ മുംബൈ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ട്രെയിൻ ഗതാഗതത്തെ മഴ സാരമായി ബാധിച്ചു. മിക്ക ട്രെയിനുകളും വൈകിയാണ് ഓടുന്നത്. വ്യോമഗതാഗതത്തെ ബാധിച്ചിട്ടില്ല. എങ്കിലും ഇനിയും മഴ കൂടിയാൽ സമയക്രമത്തിൽ മാറ്റം വരാനിടയുണ്ടെന്നും യാത്രക്കാർ പരിശോധിച്ച ശേഷം മാത്രം വന്നാൽ മതിയെന്നുമാണ് വിമാന കമ്പനികൾ യാത്രക്കാരെ അറിയിച്ചിരിക്കുന്നത്. കൊങ്കൺ, വിദർഭ, മറാത്വാവാഡ എന്നിവിടങ്ങളിലാണ് ശക്തമായ മഴ പെയ്യുന്നത്. പൂനെ, രത്നഗിരി ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. തീരമേഖലകളിൽ ശക്തമായ തിരമാല മുന്നറിയിപ്പുമുണ്ട്. മത്സ്യത്തൊഴിലാളികളോട് കടലിൽ പോകരുതെന്ന് സർക്കാർ മുന്നറിയിപ്പ് നൽകി. 24 മുംബൈ. ജമ്മു കാശ്മീരിലെ കിഷ്ത്വറിലും കത്വയിലും മിന്നൽ പ്രളയത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ 5ാം ദിവസവും തുടരുകയാണ്. ദുരന്ത സ്ഥലത്ത് സൈന്യം ബെയ്ലി പാലം നിർമ്മിച്ചു. കിഷ്ത്വറിൽ 65 പേരാണ് ഇതുവരെ മരിച്ചത്. 200-ലധികം പേരെ കാണാതായി. കത്വയിൽ 7 പേർ മരിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമുണ്ട്. MG പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, കാലവർഷത്തിന്റെ പ്രഭാവത്തിന് കുറവൊന്നുമില്ല. കനത്ത മഴ അത് വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും അടുത്ത ദിവസങ്ങളിലും ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്, അല്ലേ? വിജയകുമാർ, വരുന്ന 2 ദിവസം കൂടി സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പ് പ്രകാരം 3 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് ഈ കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിക്കുന്ന ഓറഞ്ച് അലർട്ട്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമായും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് മഴ ശക്തമാകുന്നത്. നാളെയും വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 ദിവസം കൂടി മഴ തുടരുമെന്നും പിന്നീട് മഴയുടെ ശക്തി കുറയുമെന്നതുമാണ് കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ അറിയിക്കുന്ന വിവരം. വിജയകുമാർ. യെസ്, സംസ്ഥാനത്ത് 2 ജില്ലകളിലൊഴികെ ബാക്കി എല്ലായിടത്തും മഴ മുന്നറിയിപ്പുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളാണ് MG പ്രതീഷ് നൽകിയത്.